മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ തിങ്കളാഴ്ച രാവിലെ എത്തുന്ന സീപ്ലെയിൻ ഇറങ്ങുന്നതിനുള്ള എയറോഡ്രോം തയ്യാറായി. DTPC, ഹൈഡൽ ടൂറിസം എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള 2 ബോട്ട് ജെട്ടികൾ സംയോജിപ്പിച്ചാണ് ജലവിമാനം ഇറങ്ങുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 11-നാണ് കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ നിന്ന് പറന്നുയരുന്ന ജലവിമാനം മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. MLA-മാരായ എ. രാജ, MM മണി എന്നിവർ സന്നിഹിതരായിരിക്കും. കൊച്ചി ബോൾഗാട്ടി പാലസിൽ തിങ്കളാഴ്ച രാവിലെ 9:30 വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്കുള്ള ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യുക. ഗ്രാമീണ മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കരയിലും വെള്ളത്തിലും ഇറങ്ങാൻ കഴിയുന്നതും പറന്നുയരുന്നതുമായ ചെറുവിമാന സർവീസുകൾ നടത്തി വിനോദസഞ്ചാരികളെയും സാധാരണക്കാരെയും വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഉഡേ ദേശ് കാ ആം നാഗരിക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ജലവിമാന സർവീസ് നടത്തുന്നത്. തിങ്കളാഴ്ച പരിശീലന പറക്കലാണ് നടത്തുക. പദ്ധതി വിജയമെന്ന് കണ്ടാൽ സർവീസ് തുടർച്ചയായി നടത്തുവാനാണ് ലക്ഷ്യം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നാണ് ജലവിമാനം കൊച്ചിയിലെത്തുക. മാട്ടുപ്പെട്ടിയിൽ നിന്നും 11:30 വിമാനം മടങ്ങും. പിന്നീട് സിക്കിം, ബംഗാൾ എന്നിവിടങ്ങളിൽ പരീക്ഷണ പറക്കൽ നടത്തിയ ശേഷം വിമാനം അഹമ്മദാബാദിൽ തിരിച്ചെത്തും. കനേഡിയൻ കമ്പനിയായ ഡെ ഹാവിലൻഡിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനമാണ് തിങ്കളാഴ്ച എത്തുന്നത്. മൂന്നാർ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ, അടിമാലി.